السلام عليكم ورحمة الله وبركاته. عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم تحج أغنياء أمتي للنزهة وأوساطهم للتجارة وفقراؤهم للمسألة وقراؤهم للرياء والسمعة. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നങ്കിത്ത ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് വറുതിയായിട്ട് നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു തഹജ്ജു അഗ്നിയാ ഉമ്മത്തി, നന്റെ സമൂഹത്തിലെ പണക്കാരങ്ങ ഹജ്ജാക്കിടാർ ലിന്നുസ്ഹത്തി, ഉല്ലാസത്തുകവനായിട്ടുള്ള ഹജ്ജ്. ഔസാത്തുഹും ലിത്തിജാറ, ആ സമൂഹത്തിൽ മധ്യനിൽക്കുള്ള ആൾമാർ അങ്ങ് കച്ചവടത്തുകവനായിട്ട് ഹജ്ജാക്കിടാറ്. ഫുഖറാഉഹും ലിൽ മസ്അലത്തി, ആ കൂട്ടത്തിൽ പാവപ്പെട്ടങ്കത്ത ആൾമാർ അങ്ങ് യാചനകുവനായിട്ട് ഹജ്ജാക്കിടാറ്. ഖുർആഉഹും, ആ കൂട്ടത്തിൽ ഖാരിഈങ്ങൾ അഥവാ ഖുർആൻ പണ്ഡിതന്മാർ ആലിമീങ്ങ അങ്ങ് ലിറിയാഇ വസ്സുംഅത്തി, റിയാകുവേനായിട്ട് അഥവാ ആൾമാർക്ക് കൊന്താക്കു കാട്ടുകുവേനായിട്ട് പ്രശസ്തികുവേനായിട്ട് ഹജ്ജാക്കിടങ്കത്തൊരു കാല പറഞ്ഞുകൊണ്ടുണ്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നെങ്കിലത്തെ ഹദീത്ത് ഇത്ഹാഫിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയ ചൊന്നര് ഹജ്ജ് ആക്കിടങ്കത്ത ആൾമാർ പേറുകും പ്രശസ്തിക്കും വേനായിട്ട് ഹജ്ജിലൂടെ അള്ളാഹുടെ തൃപ്തിയാണ് ഉദ്ദേശിക്കണായ. ഈ അള്ളാഹുടെ തൃപ്തി അല്ലാത്ത വേറെ തൃപ്തി നന്റെ ഹാജാറിന് ചൊല്ലണു, നന്റെ ആൾമാർ ഹാജിയും ചൊല്ല പേരിൽ ബഹുമാനിക്കണം. ഈ ഉദ്ദേശത്തിന് വേനായിട്ട് മാത്രം അവന് 4 ഹജ്ജ് ചെയ്യുമ്പോൾ നക്ക് 8 ഹജ്ജ് ചെയ്യണം. പിന്നെയും ഹജ്ജിക്ക് പേറുക പ്രശസ്തിക്ക് വേനായിട്ട് ഹജ്ജിക്ക് ഉംറത്തുക്ക് പോണ്ടെങ്കത്തെ ആൾമാരെ ശക്തമായിട്ട് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ താക്കിക്കൊണ്ടുണ്ടു. അങ്ങനത്തെ ഒരു സമൂഹം ഭരണകൊണ്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപാട്ടില്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ വിഭാഗത്തിലും വഞ്ചിക്കപ്പെട്ടങ്കത്തെ ആൾമാരെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഹാജിമാരെ പറ്റിയും വിശദീകരിക്കല്. അങ്ങനെ നിരക്കരലുള്ളങ്കത്തെ ആൾമാർ അങ്ങനെയുള്ള ബുട്ടെറിഞ്ഞിട്ട് നിരക്കരലുള്ളങ്കത്തെ കഷ്ടപ്പെടുങ്കത്തെ ആൾമാരെ നോക്കാണ്ട് കുടുംബ സംബന്ധത്തെ ആൾമാരെ അങ്ങ് പൈച്ചോണ്ടുള്ളാറ് അങ്ങനെ ക്യാറാക്കാണ്ട് അങ്ങനെ ബടത്തനത്തിലെ ബുട്ടിട്ട് പേറുകുവേനായിട്ട് ചെമ്മവട്ട ഹജ്ജ് നിർവഹണാക്കണങ്കത്തെ ആൾമാർ അങ്ങ് വഞ്ചിക്കപ്പെട്ട ആൾമാരുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അന്ത്യനാളിൽ ഹജ്ജാക്കിടങ്കത്തെ ഹാജിമാരെ സംഖ്യ ചെമ്മ ഔടു. ദീർഘയാത്ര ഒരു വിഷയമേ അല്ല. അതുപോലെ സമ്പത്ത് സൗകര്യത്തിൽ അങ്ങ് വിഹാറാക്കിക്കൊണ്ടുള്ളാറ് തിരിച്ചു വരുമ്പോ എന്തുമില്ലാണ്ട് സമ്പാദിക്കാണ്ട് അങ്ങ് ശൂന്യായിട്ട് തിരിച്ചു കൊണ്ടാറുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ലക്ഷഗട്ടലെ പൈസ ചെലവാക്കിയിട്ട് കുറെ ആൾമാർ ഹജ്ജിക്ക് പോകേണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഹജ്ജിന്റെ ഇടല് ചെല്ല് അനനുകൂലായിട്ട് സൗകര്യ കുറവായിട്ടുണ്ടായെങ്കിൽ ആ അമീർമാരൊട്ടിಗೆ ഗലാട്ടാക്കിടങ്കത്തെ ആൾമാർ ഇക്കളാറ്. ഹജ്ജിക്ക് പോയിട്ട് ദേഷ്യം വിടാണ്ട് സഹന ഒട്ടിയില്ലാണ്ട് ക്ഷമയില്ലാണ്ട് ചൂടാവിടങ്കത്തെ കുറെ ആൾമാരെ കാണുക സാധ്യമാവുള്ളൂ. അപ്പോ ഹജ്ജ് ഉംറാൻ ചൊല്ലത് വലിയ ഒരു സൽക്കർമ്മവും ജീവിതത്തിൽ കിട്ടുന്നത് വലിയൊരു സൗഭാഗ്യമായിട്ടിരിക്കണം. ആ സമയത്ത് നല്ല ക്ഷമ വേണം. ഹജ്ജ് ഉംറത്തുക്ക് പോയിട്ട് ഞങ്ങൾ ഉല്ലാസത്തുക്ക് വന്നിട്ട് ചൊന്നിട്ട് ബേരിക്കോത്തീറ. ഹജ്ജ് ഉംറത്തുക്ക് പോണ്ട ഇടയിൽ ഭിക്ഷാಟನೆ ಹಾಕೋಗುತ್ತೀರಾ, ಬೇಂಡೆಂಕೆತ್ತೆ ಆಹಾರ ധാന്യത്തെയും അതുപോലെ സൗകര്യം എല്ലാം പിടിച്ചിട്ട് ആക്കിയിട്ട് പിടിച്ചു പോകണം ചൊന്നിട്ടും നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ. അതുപോലെ കുറെ ആൾമാർ ഹജ്ജിക്ക് ഉംറത്തുകെല്ലാം പോയിട്ട് കുറെ ഗലാട്ടാക്കിടങ്കത്തെ അർസവണ്ടെങ്കത്തെ ആൾമാർ റൂം ബേനായ ജാഗയിൽ കിട്ടില്ലാണ്ടെങ്കിൽ അവിടെ അർസവണ്ട ക്ഷമേൻ ചൊല്ലത് അത് ഒരു പാലിക്കൂ സാധ്യമാവാത്തങ്കത്തെ കുറെ ആൾമാർ ചെമ്മ തിന്നിട്ട് അവിടെ റൂമിലെ ബുള്ളങ്കത്തെ കുറെ ആൾമാർ സുബ്ഹാനല്ലാഹ് ജീവിതത്തെ ഏറ്റവും വലിയ നഷ്ടമായിട്ടിക്കട്. ഹജ്ജ് ഉംറത്തുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഓണ്ടിട്ട് കേട്ടെങ്കിൽ ഓൺ എന്തും ആക്കുകയില്ല. നീ എത്ര തവാഫാക്കിലെ, നീ എത്ര നേരം കഅബാലയത്തെ നോക്കി വെച്ചിലെ, മസ്ജിദുൽ ഹറാമിൽ നീ എത്ര നിസ്കരിച്ചില്ല, ലക്ഷക്കണക്കിൽ പ്രതിഫലമുള്ളങ്കത്തെ മസ്ജിദുൽ ഹറാമിൽ നീ എത്ര നിസ്കരിച്ചില്ലാന്ന് കേട്ടെങ്കിൽ ഓണു എന്തും ഉത്തരയില്ല. അതേസമയത്ത് സമത്തിൽ ഞാൻ തിன்ற അവിടെ അത് പർച്ചേസ് ആക്കില്ല, അതാക്കില്ല, ഇതാക്കില്ല, അവിടെ പോയിട്ട് ഞാൻ റൂമിൽ ചന്ത ഉറങ്ങിരാണ്ട് ഇങ്ങനത്തെ ഒരു ഉത്തര ഒരാൾ തന്നിട്ടുണ്ടായെങ്കിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യമുള്ളങ്കത്തെ ആളായിട്ടിരിക്കുക. മസ്ജിദുൽ ഹറാം എത്തിയാൽ പിന്നെ എത്തിക്കാഫിന് നിയത്ത് വെച്ചിട്ട് സാധ്യ ആയത്തരങ്കത്തെ സൽക്കർമ്മ യാറാക്കൂ ശ്രമിക്കണുണ്ടാണ് മഹാന്മാർ നമുക്ക് വഴിപാട്ടിയുണ്ടുള്ളേ. അതുകൊണ്ട് ഹജ്ജ് ഉംറത്ത് ആക്കടങ്കത്തെ ആൾമാരെ കൂട്ടത്തിൽ വഞ്ചിക്കപ്പെട്ട ആൾമാരെ പൈക്ക് ഞങ്ങൾ ഒരിക്കലും പെട്ടുപോണു കുത്തീറ. ഹജ്ജ് പേറുകവേനായിട്ട് ആക്കുകുത്തീറ, യാചനകുവേനായിട്ട് ഹജ്ജിലെ യൂസാക്കുകുത്തീറ.
അതുപോലെ നാനൊരു ഹാജാറും ചെന്നിട്ട് ആൾമാരെല്ലാം വിളിക്കണം നന്റെ ഇനി ഹാജാറുണ്ട് വിളിച്ചില്ലെങ്കിൽ അർസബണ്ട് ചൂടാവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല അതിന് അർത്ഥം. അപ്പൊ ഹജ്ജ് കർമ്മത്തിൽ വഞ്ചിക്കപ്പെട്ടെങ്കിൽ വേറെയും കുറെ ആൾമാരെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കട് കടത്ത് കട കൊടുക്കൂ നിർബന്ധമായിക്കത്തെ കട കൊടുക്കണമെങ്കിൽ ആൾമാരുള്ളാറ് അങ്ക് കട കൊടുക്കാണ്ട് ഹക്കൊന്നും വീട്ടാണ്ട് അതുപോലെ അബ്ബ ഉമ്മടെ തൃപ്തിയാക്കുവാട്ടാണ്ട് അഗത്യ ആഹാര സാമഗ്രി എന്തും ഒട്ടിಗೆ പിടിച്ചോളാണ്ട് നിസ്കാര തെരുളു എത്രമാ നിസ്കാരെല്ലാം കല ആക്കിയിട്ട് യാത്ര പോകുമ്പോ എല്ലാ അനഗത്യ പലക്ക ബായിലിങ്ങനെ ಬಂದುಂಟು ഒരു തൽബിയത്തുണ്ട് വായിൽ പണ്ടല്ല ഒരു തസ്ബീഹും പണ്ടല്ല ഹറാം ഹലാൽ ചൊല്ല വ്യത്യാസം എന്തും ഇല്ലാണ്ട് ഏതോ ഇൻഷൂറ പൈസമ ബഡ്ഡിയുടെ പൈസമ ഇതെല്ലാം പിടിച്ചിട്ട് ഹജ്ജിಗೆ പോകണ്ടെങ്കിൽ ആൾമാർ അവನು മലിനമായ ഹൃദയത്തൊട്ടിയാണ് അവನು കാബാലയത്തെ മുട്ട പോണ്ടേ. അങ്ങനത്തെ ആള് ഹജ്ജ് ഉംറ ആക്കട ആൾമാരുടെ കൂട്ടത്തിൽ വഞ്ചിക്കപ്പെട്ട ആളുണ്ട് ഗസാലി ഇമാം വിശദീകരിച്ചുകൊണ്ടുണ്ട്. അപ്പോ ഹജ്ജിലെ ഓണ് തിരിച്ചു വരുമ്പോ എന്തുമില്ല മുന്നോട്ട് ഓണ് ഹജ്ജിക്ക് പോകുമ്പോ കൊറിയ ബഡ്ഡി എടുക്കണമെങ്കിൽ ആളായിട്ടിന്ന ഹജ്ജി കറിഞ്ഞ് വന്നാൽ പിന്നെ ഓണ ഹാജാറായിട്ട് പിന്നെയും ആ ബഡ്ഡി യാറ പിന്നെയും ബഡ്ഡി എടുക്കണേ ബഡ്ഡിക്ക് പൈസ കൊടുക്കണമെങ്കിൽ ഒരു ദുരവസ്ഥ കുറെ ആൾമാരെല്ലാം കണ്ടുവന്നുകൊണ്ടുണ്ട്. ഇങ്ങനെല്ലാം വഞ്ചിക്കപ്പെട്ട ആൾമാരുണ്ടാണ് ഗസാലി ഇമാം പടിപാട്ടിക്കൊണ്ടുള്ളേ. ഹജ്ജിക്ക് പോണ്ടാട്ടി മുന്നിൽ കൊണ്ടിട്ട് അനൈതികത്തെ കൊറോടിന്ത് ഇപ്പൊ നോക്കുമ്പോ യാറായിപ്പോയിട്ട് ഇങ്ങനെല്ലാം അവിടെ ഉണ്ടായെങ്കിൽ മുന്നോളു ഹറാമുവും ഉള്ള എല്ലാ ഹറാമുവും പൈസ ചെലവാക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ അതിൽ തൊട്ടോ മുക്തിയായിട്ടില്ല പിന്നെയും യാറവൂണ് ഹറാമുക ചെലവാക്കിക്കൊണ്ടുള്ളാണ്ടായെങ്കിൽ ഓന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ലാണ്ട് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഹജ്ജ് ഹജ്ജ് ഉംറത്ത് പോണ്ടെങ്കിൽ ആൾമാർ ധാരാളം വലിയ ജാഗ്രത പുലർത്തുന്നു പാലിക്കുന്നുണ്ടാണ് പടിപാട്ടിക്കൊണ്ടുള്ളേ. ഒരിക്കലും റിയാ ആൾമാർക്ക് കാട്ടുകയാനായിട്ട് ഒരു ഹജ്ജും ഒരാളും ആക്കുക വലിയ സങ്കീർണമായ ഒരു ഇബാദത്തായിരിക്കില്ല ഹജ്ജ്. വലിയ ശ്രദ്ധിക്കണമെങ്കിൽ ഇബാദത്ത് ആ ഇബാദത്ത് ഇത്രയും ലക്ഷകെട്ടല പൈസ ചെലവാക്കി പോയിട്ട് എന്തും അല്ലാത്ത പോലെ ആക്കി വേണ്ടക്ക് ഒരു അർത്ഥവുമില്ല. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുയുടെ ഒരു സംഭവം ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർഷാദുൽ ഇബാദിൽ റിപ്പോർട്ടാക്കിക്കൊണ്ടുണ്ട് കൊടുത്തോണ്ടുണ്ട്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യന്മാരും ഒരാളെ ഔത്തുകോ അതിഥിയായിട്ട് പോയാർ. അങ്ങനെ പോയിട്ട് ദച്ചപ്പ ഔത്ര യജമാൻ എന്താക്കലും ചൊന്നെങ്കിൽ ഉൾഗുള്ള ആൾമാരെ വിളിച്ചിട്ട് ചൊല്ലും നാണ് രണ്ടാമത്തെ കുറി ഹജ്ജിക്ക് പോയപ്പ അല്ല രണ്ടാമത്തെ കുറി ഹജ്ജിക്ക് പോയപ്പല്ല ഒന്നാമത്തെ കുറി ഹജ്ജിക്ക് പോയപ്പോ തകടനെങ്കിത്ത പാത്രം ഉണ്ടല്ലേ ആ പാത്രം ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ഇയാൾ രണ്ടു വട്ട ഹജ്ജിക്ക് പോയിട്ടുണ്ട് അവിടെ കൊണ്ടായിട്ട് അതാണ് അയാൾ ചൊന്നുകൊണ്ടുള്ള രണ്ടാമത്തെ വട്ട ഹജ്ജിക്ക് പോയപ്പല്ല ഫസ്റ്റ് ഹജ്ജിക്ക് പോയപ്പോ കൊടുന്ന പാത്രം ഉണ്ടല്ലേ അത് കൊണ്ടുവരും അതിൽ ചോറിട്ട് കൊടുക്കുവാൻ ചെന്നപ്പോ സുഫിയാൻ ചൊല്ലു മിസ്കീൻ അഫ്സദ ബിഹി ഹജ്ജത്തൈനി എന്തൊരു മിസ്കീൻ പാവ ഇയാള് ഈ പലക്ക കൊണ്ട് ഇയാള് രണ്ട് ഹജ്ജും ഫസാദായി പോയിട്ട് ഇയാള് നാണ് രണ്ട് ഹജ്ജ് ആക്കിരാൻ ചൊന്നു കാട്ടുകയാനായിട്ട് ഇങ്ങനെ ആക്കിത്തല്ലേ അതുകൊണ്ട് ഇയാള് രണ്ട് ഹജ്ജും ഫസാദായി പോയിട്ട് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചൊന്നത് ഇർഷാദുൽ ഇബാദിൽ നമുക്ക് കാണുക സാധ്യമാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഉണ്ടാകൂ തീരാണ്ടാണ് ഹജ്ജ് ഒമ്ര ആക്കിയെങ്കത്ത ആള് എപ്പോഴും പേടിയുള്ളെങ്കത്ത ആളാവണം. നാണ് ആക്കിയെങ്കത്ത ഈ സൽക്കർമ്മ ഒരിക്കലും നഷ്ടപ്പെട്ടു പോണു തീരാ കാബാലയത്തെ മുന്നിൽ എത്തിയിട്ട് നക്ക് അള്ളാഹുടെ ഭവനമായെങ്കത്തെ ഏറ്റവും പവറുള്ള നന്റെ ജീവിതത്തിൽ നാണ് ധാരാളം വട്ട നിസ്കരിച്ചെങ്കത്തെ ഈ കാബാലയത്തെ മുന്നോട്ട് നാൻ എത്തിരെ അതിനെ നിരന്തരമായിട്ട് നോക്കുന്നത് വലിയ ഇബാദത്തായിട്ടിക്കല് അത് നക്ക് നിരന്തരമായിട്ട് നോക്കൂ സാധ്യവണു അവನು നോക്കണു തവാഫ് ചെമ്മ യാറാക്കണു അതുപോലെ കാബാലയത്തെ മുട്ട ഏറ്റിക്കാഫ് നീയത്ത് വെച്ച് ഏറ്റിക്കാഫ് ദക്കണു അവിടെ ധാരാളം നിസ്കരിക്കൂ സാധ്യവണു രണ്ടരക്കാത്ത് നിസ്കരിച്ചെങ്കിൽ 1,00,000 നിസ്കാരത്തെ നിസ്കരിച്ചെങ്കത്തെ പവർ കൂലി കൊണ്ടുണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പടിപ്പാട്ടിക്കൊണ്ടുള്ള ഇതെന്തും നക്ക് അവിടെ ഈ യൂസ് ആക്കുക എടുക്കുക സാധ്യമില്ലാണ്ട എങ്ങനാണ് ഹജ്ജാക്കിട്ട് എന്ത് കാര്യമുള്ള എന്താണ് കേട്ടോണ്ടുള്ള ഹജ്ജാക്കിടെങ്കത്തെ ഹാജി എപ്പോഴും ഭയമുള്ളെങ്കത്തെ ആളാവണം. മനസ്സിലെപ്പോഴും പേടി വേണം നന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കണ ഇല്ലേന്ന് ചൊല്ല ഗൊത്തില്ല നാണ് അള്ളാഹുടെ മുട്ട സ്വീകരിക്കപ്പെട്ട ആൾമാരെ കൂട്ടത്തിൽ പെടുവേ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്റെ തള്ളിക്കളയുവാണ് ദൂറാക്കുവാണ് അങ്ങനത്തെ ഒരു പേടി എപ്പോഴും ഹജ്ജ് നിർവഹണ ആക്കടെങ്കത്തെ ആളൊട്ടിಗೆ വേണു. പരിശുദ്ധമായ ഹജ്ജ് ഉംറ നിർവഹണ ആക്കുക പോയെങ്കത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്നെങ്കത്തെ വഫ്ദുള്ള അള്ളാഹുടെ അതിഥിന്താണ്. അപ്പൊ ആ വഫ്ദ് ആയെങ്കത്താണ് ഒരിക്കലും ആൾമാർക്ക് കാട്ടുകയാനായിട്ട് ഇബാദത്താക്കുക തീരാ ഒന്നു. രണ്ടാമത് ആ ഹജ്ജ് ഉംറത്ത് ನಾನು പോയിട്ട് നന്റെ ഉല്ലാസ അവിടെ ನಾನು കാട്ടുക തീരാ അവിടെ ನಾನು തീരെത്തര ഇബാദത്ത് യാറ ആക്കുക ശ്രമിക്കണു ഉണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പടിപ്പാട്ടിക്കൊണ്ടുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ വിഷയത്തിൽ ശക്തമായ താക്കീത്ത് നമുക്ക് തന്നുകൊണ്ടുണ്ട്. അപ്പൊ നങ്ങ ആക്കടെങ്കത്തെ സൽക്കർമ്മ രക്ഷപ്പെട്ട് കിട്ടണുണ്ടായെങ്കിൽ നല്ല ജാഗ്രത നമുക്ക് വേണം, നല്ല തണ്ടേട് നമുക്ക് വേണം.
എന്റെ ഇബാദത്ത് ഞാൻ ഒരിക്കലും ഫസാദാക്കലെ. അപ്പൊ അത് സൗഭാഗ്യത്തെ താക്കോലായിട്ടിരിക്കണം. നല്ല ജാഗ്രത എന്നുള്ളത് ഞങ്ങളുടെ സൗഭാഗ്യത്തെ താക്കോളു. അശ്രദ്ധ ഒരിക്കലും ഇക്കൗത്തീറ, അത് ദൗർഭാഗ്യത്തെ തുടക്കായിട്ടിരിക്കണം അശ്രദ്ധ എന്നുള്ളത്. അപ്പൊ അശ്രദ്ധ പൂർണ്ണമായിട്ടും വിട്ടിട്ടു പൂർണ്ണമായ ശ്രദ്ധയോടെ ഹജ്ജ് ഉംറ നിർവഹണാക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യാവുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയെങ്കെത്തെ ഉല്ലാസത്തുക്ക് വേനായിട്ട് ഹജ്ജാക്കടങ്കെത്ത അഗ്നിയാ ഞങ്ങൾ ഒരിക്കലും ആവുകത്തീറ. റമദാനിൽ ഉംറ ആക്കിയെങ്കിൽ ഉംറത്തും ഫി റമദാന തഅദിലു ഹജ്ജത്ത് ಅಂತಾണ്. റമദാനിൽ ആക്കടങ്കെത്ത ഉംറ അത് ഹജ്ജിക്ക് സമാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടിന്. അപ്പൊ ആ ഉംറ പോലും ഞങ്ങൾ വലിയ ഞങ്ങളെ മനസ്സിൽ നല്ല ഇഖ്ലാസും നല്ല നീയത്തും പോണു. മനുഷ്യന്മാർ അയാൾ കുറെ ഉംറാക്കിയിട്ട് പാവാ, അയാൾ 50 ഉംറാക്കില്ല, അയാൾ 100 ഉംറാക്കില്ല, അയാൾ വലിയ ആള് അങ്ങനെ ചൊല്ലുക പേനായിട്ട് ഞാൻ ഉംറത്ത് പോയാണ്ട് ഒരിക്കലും നന്റെ ഉംറ സ്വീകരിക്കപ്പെടല. ആ ഉംറ കൊണ്ട് നക്ക് യാതൊരു ഫായിദയും ഇക്കല, ഹജ്ജ് കൊണ്ടും യാതൊരു ഫായിദയും ഇക്കല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടെ അള്ളാഹുടെ തൃപ്തിക്ക് പേനായിട്ട് മാത്ര ഹജ്ജും ഉംറ ആദി സൽക്കർമ്മ ആക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.